വിജയകുമാറേ, ഗുഡ് മോർണിംഗ്. ഞാൻ ഈ വീഡിയോ ഇടുന്നത് വിജയകുമാറിനോടൊരു താങ്ക്സ് പറയാനാണ്. ഞാൻ ദോഹയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്തെ നമുക്ക് ഇഷ്ടംപോലെ പൈസ കിട്ടുന്നുണ്ട്, ചിലവാക്കുന്നുണ്ട്. പക്ഷേ വിജയകുമാർ അന്ന് ഇടപെട്ട് LICയുടെ ചില പെൻഷൻ പദ്ധതികൾ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പെൻഷൻ പോളിസീസാണ്. അത് വിജയകുമാറിൻ്റെ നിർബന്ധം കൊണ്ട് ഞാൻ അന്നങ്ങ് എടുത്തതാണ്. ഞാനിത് പറയാനായിട്ട് ശ്രമിക്കുന്നത് എന്താണെന്നറിയാമോ? ഞാൻ 2020 ദോഹയിൽ നിന്ന് വിട്ട് അച്ഛനെയും മമ്മിയൊക്കെ നോക്കാൻ വേണ്ടി ഞാനിങ്ങ് പോന്നതാണ്. ഇവിടെ വന്നപ്പോൾ എങ്ങനെയാണ് നിങ്ങളിത് ചിലവ് കഴിയുന്നതെന്നൊക്കെ പലരും ചോദിച്ചു. പക്ഷേ ജോലിക്കാരെ നിർത്തി ചേച്ചനെയും മമ്മിയും നോക്കാനും ഞങ്ങൾ കുടുംബമായിട്ട് സന്തോഷത്തോടെ നിൽക്കാനും ഇടയാക്കിയതിൻ്റെ മെയിൻ കാരണം എനിക്ക് ആ പെൻഷനിലൂടെ കിട്ടിയ ഏതാണ്ട് 1.25 ലക്ഷം രൂപ എനിക്ക് മാസം കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ വീട്ടിലെ ചിലവുകൾ മുഴുവൻ അങ്ങനെ പോയി. എനിക്ക് റിട്ടയർമെൻറ്റ് സമയത്ത് കിട്ടിയ കുറേ പൈസ ഉണ്ട്, അതേ ഞാൻ തൊട്ടില്ല, ഇപ്പോഴും തൊട്ടിട്ടില്ല. പിള്ളേരുടെ ഒന്നും ഒരു പൈസ പോലും വാങ്ങിക്കേണ്ട വന്നിട്ടില്ല. എല്ലാം ആ പെൻഷൻ പൈസ കൊണ്ടാണ് കാര്യങ്ങൾ നടന്നത്. അത് ഞാൻ എപ്പോഴും ഐ ആം താങ്ക്ഫുൾ ടു LIC, ഐ ആം താങ്ക്ഫുൾ ടു വിജയകുമാർ ഓൾസോ. ഇത്തരം സ്കീമുകൾ വാസ്തവത്തിൽ നമ്മുടെ ഗൾഫിലൊക്കെ ഉള്ളവരൊക്കെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക. അവിടെ നിൽക്കുമ്പോൾ നമ്മളിതിനെക്കുറിച്ച് ഓർക്കത്തില്ല. നാട്ടിൽ വരുമ്പോഴാണ് ഇവിടുത്തെ ചിലവും. അത് ഈ കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് മാസം തോറും കിട്ടുന്ന പൈസ വിത്തൗട്ട് ടാക്സ്, വിത്തൗട്ട് TDS ആണ്. അപ്പോൾ അതൊരു ഭയങ്കര ഗുണമാണ്. അത് ഇന്നും കിട്ടിക്കൊണ്ടിരിക്കുക. ഞാൻ ചാവുന്നിടം വരെ, ഞാൻ ചത്താലും അതെൻ്റെ ഭാര്യയ്ക്ക് കിട്ടും. ഭാര്യയും കൂടെ ചത്ത് കഴിഞ്ഞിട്ട് എൻ്റെ മോന് നോമിനിയായിട്ട് വെച്ചിട്ടുണ്ട്, അവന് കിട്ടും. അതുകൊണ്ട് ബ്യൂട്ടിഫുൾ സ്കീം. Thanks a lot. Thanks to Vijaykumar again, and thanks to LIC again. Okay.